പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പരമ്പരയില് ഈ ക്ലാസ്സില്, ഈ ഷെയറിങ്ങില്, പങ്കുവയ്ക്കലില് പരിശുദ്ധ അമ്മ എങ്ങനെ നമുക്ക് വിശ്വാസത്തിന്റെ മാതൃകയാണെന്നുള്ളതിനെ കുറിച്ച് ചില ചിന്തകൾ പ്രാർത്ഥനയിൽ വന്നത് നമുക്കൊന്ന് ധ്യാനിക്കാം. റോമക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനത്തില്, 16-ാം അധ്യായം 26-ാം തിരുവചനത്തിലും ഉള്ള വിശ്വാസത്തിന്റെ അനുസരണത്തെക്കുറിച്ച് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തില് 143-ാമത്തെ നമ്പറില്, പാരഗ്രാഫില്, ഖണ്ഡികയിൽ പറയുന്നുണ്ട്: വിശ്വാസം വഴി മനുഷ്യൻ തന്റെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. വെളിപാടിന്റെ കർത്താവിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരത്തെ വിശ്വാസത്തിന്റെ അനുസരണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത്. എന്നിട്ട് ആ ഖണ്ഡികയ്ക്ക് ബൈബിളിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന വചനം ഇങ്ങനെയാണ്: അവിടുത്തെ ഈശോയുടെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിൽ ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന തിരുവചനമാണ്. ഈ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുവാണ്. അതുപോലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തില് 26-ാമത്തെ തിരുവചനവും ഈ വിശ്വാസത്തിന്റെ അനുസരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈശോയിൽ യുഗാന്തരങ്ങളായി, ദൈവത്തിൽ യുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഈശോയിലൂടെ പിതാവ് വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനതകൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. ഈ വിശ്വാസത്തിന്റെ അനുസരണം ഉണ്ടാകാൻ പരിശുദ്ധ അമ്മ നമ്മൾക്ക് എങ്ങനെ മാതൃകയാണെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പാവം പരിശുദ്ധ അമ്മ. അമ്മയോട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു എന്തോ ഒരു അടുപ്പമുണ്ട്. അത് തുടങ്ങിയത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എനിക്ക് ആദ്യം എൻ്റെ അമ്മച്ചി പറഞ്ഞിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നൊരു കാര്യം, എൻ്റെ ജീവിതത്തെക്കുറിച്ച് അമ്മച്ചി പറയുമായിരുന്നു: നിന്റെ ആദ്യത്തെ ദുഃഖവെള്ളിയാഴ്ച എന്നോട് പറയുവാണ്, നിന്നെ ഞാൻ വ്യാകുല മാതാവിനെ പോലെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്കിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ് 1954 ഞാൻ ജനിക്കുന്നത്. എൻ്റെ ഇടത്തെ കൈയും വലത്തെ കാലും തളർന്നു പോയതാണ് 28 ദിവസം പ്രായമുള്ള. അവിടെ വീട്ടിൽ ഒരു പെട്ടി ഞാൻ ഓർക്കുന്നത്, ഒരു മരത്തിന്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ഒരുവിധം വലിയ പെട്ടിയാണ്, ഈ ആൾക്കാരുടെ വലിപ്പം വരത്തില്ലായിരിക്കും. അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു നീറ്റ് മരുന്നിന്റെ, തുള്ളി മരുന്നിന്റെ ഒക്കെ കുപ്പികൾ ഉണ്ടായിരുന്നു. അമ്മച്ചി അത് കാണിച്ചിട്ട് പറഞ്ഞാടാ, നിനക്ക് വേണ്ടിയിട്ട് അരച്ച മരുന്നിന്റെയും ഉപയോഗിച്ച മരുന്നിന്റെയൊക്കെ കുപ്പികളാണെന്ന്. എനിക്കൊരു കാര്യവും മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇതിങ്ങനെ മനസ്സിൽ ഓർമ്മയുള്ള കാലം മുതൽ പതിഞ്ഞു കിടന്നു. വ്യാകുല മാതാവ് എൻ്റെ അമ്മച്ചി എന്നെ മടിയിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. എൻ്റെ അച്ചായൻ പോലും പറഞ്ഞെന്നാണ് പറയുന്നത്, ഒരു കൈയും കാലും നോക്കണ്ടെന്ന്. 1.5 വർഷം ഞാൻ അങ്ങനെ കിടന്ന അമ്മച്ചി എന്നെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നാ പറയുന്നത്. ഇപ്പോഴും എൻ്റെ ഇടത്തെ കയ്യിൽ 2 വലിയ പാട് കിടപ്പുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോലെ എന്തോ വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്നെന്നൊക്കെയാ പറയുന്നത്. ഇത് പറയാൻ കാരണം, നമുക്ക് ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങളിൽ നമ്മളൊന്ന് ബന്ധപ്പെടുത്തി നോക്കിയാൽ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പ് പിതാവും കടന്നുപോയ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ എങ്ങനെ അവര് ഈശോയെ മാത്രം കണ്ടുകൊണ്ട് ജീവിച്ചെന്നുള്ളത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഇതൊന്നും വിശ്വാസത്തിന്റെ രഹസ്യങ്ങളൊന്നും നമ്മുടെ ബുദ്ധിക്കൊന്നും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഒരല്പം സഹകരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് അത് ആളിക്കത്തിക്കും. ഉള്ളവന് പിന്നെയും നൽകപ്പെടുമെന്ന് ഈശോ പറയത്തില്ലേ? വിശ്വാസം ഉള്ളവന് പിന്നെയും പിന്നെയും വിശ്വാസം തരും. വിശ്വാസം അനുസരിക്കാനായിട്ട് സന്നദ്ധത ഉണ്ടെങ്കിൽ ആ സന്നദ്ധത, വിശ്വാസത്തിന്റെ അനുസരണത്തിനുള്ള ആഗ്രഹം പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആളി കത്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ അറിയാത്ത വഴികളിലൂടെ, പ്രത്യേകിച്ചും കുടുംബ ജീവിതത്തിലെ. അന്നേരം ഈ വ്യാകുല മാതാവിന്റെ ഈ ഓർമ്മ എപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്.
ഞാൻ ഓർക്കും പാവം അമ്മ. ആ വ്യാകുല മാതാവിന്റെ രൂപമുണ്ടല്ലോ വത്തിക്കാനിൽ മൈക്കൽ ആഞ്ചലോയുടെ പിയത, അത് കണ്ടിട്ടുള്ളവർക്കല്ല, അതിന്റെ പടം കണ്ടിട്ടുള്ളവർക്കറിയാം. കുരിശിന്റെ വഴിയിലെ 13-ാം സ്ഥലം ഈശോ മരിച്ച് ഈശോയുടെ തിരുശരീരം വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയിരിക്കുന്നു. ആ മാതാവിന്റെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള ദുഃഖമുണ്ട്. വേറെ വല്ലവരും ആണെങ്കിൽ ചിന്തിക്കത്തില്ല, ഇത് ദൈവം തന്നെയാണോ, ഞാൻ എൻ്റെ മകനെ വളർത്തിയത് ശരിയായിട്ടൊക്കെ ആണോ, എൻ്റെ വിശ്വാസം ശരിക്കുള്ള വിശ്വാസം വല്ലതും ആണോ? പക്ഷേ ആ മാതാവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, ഇപ്പൊ കണ്ടൊരു കാര്യം ശ്രമിക്കാം. മാതാവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഒരു ശാന്തതയുണ്ട്, ഭയങ്കര ദുഃഖം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തുമാത്രം അപമാനങ്ങൾ മാതാവ് സഹിച്ചു കാണും ആ കുരിശിന്റെ വഴിയില്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഒരുപക്ഷെ മെൽ ഗിബ്സന്റെ, ഞാൻ അതിനെ സിനിമയെന്നൊന്നും വിളിക്കത്തില്ല, എന്തോ ഡോക്യുമെന്ററി, അതിൽ മൂവി എന്ന് പറയും പക്ഷെ വേറെ വാക്കില്ലാത്തത് കൊണ്ട്, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. അത് നമ്മൾ ശരിക്കും ഒന്ന് ധ്യാനിച്ചുകൊണ്ട് അത് കണ്ട് പങ്കെടുത്തുകൊണ്ടിരുന്നാലുണ്ടല്ലോ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതിലൊരു രംഗമുണ്ട്, ഈശോയെ പീലാത്തോസിന്റെ അരമനയിൽ അടിച്ച് പൊട്ടിച്ച് രക്തത്തിൽ കുളിച്ച് ഇങ്ങനെ ഒരു അസ്ഥിപഞ്ജരം, രക്തത്തിൽ മുക്കിയ അസ്ഥിപഞ്ജരം, അതായിരുന്നല്ലോ ഈശോ. കാരണം അടിയേക്കാത്ത ഒരു സ്ഥലവും ഇല്ലല്ലോ, ഇങ്ങനെ രക്തം ഒഴുകി. എങ്ങനെ അത് ഈശോ സഹിച്ചോണ്ട് നിന്നുള്ളതാണ്. ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നേ. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കിത് പെട്ടെന്ന് ബന്ധപ്പെടുത്താൻ പറ്റും, ഉറപ്പാ. പ്രത്യേകിച്ച് കുടുംബജീവിതക്കാർക്ക് എന്തെല്ലാം സഹനങ്ങളാണ് നിങ്ങൾക്ക്, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, മനുഷ്യ ജീവിതത്തിന്റെ എന്തെല്ലാം സഹനങ്ങളുണ്ടോ അത് മുഴുക്കയും അതിൻ്റെ പൂർണ്ണതയിലും കവിഞ്ഞൊഴുകുന്ന രീതിയിലുമാണ് പിതാവായ ദൈവം ഈശോ എന്ന മനുഷ്യ വ്യക്തിയിൽ ഏൽപ്പിച്ചു കൊടുത്തത്. അതാണ് ഈശോ പീഡാനുഭവത്തിന്റെ വേദനയെ. നമ്മൾ വിചാരിക്കും, ചിലർ പറഞ്ഞിട്ടുണ്ട്, ഈശോയ്ക്ക് തന്നെ ആയിരുന്നു. ഒരിക്കൽ ഈ പള്ളിയിലായിരുന്നു തോന്നുന്നു, ഒരു കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഷെയറിങ് കൊടുത്തോണ്ടിരുന്നപ്പം ചോദിച്ചതാണ്, വൈ ജീസസ് ഹാഡ് ടു സഫർ ഓൺലി 3 hours. ഈശോയ്ക്ക് 3 മണിക്കൂർ സഹിച്ചാൽ പോരായിരുന്നു എന്ന്. ഈശോയുടെ സഹനം എന്ന് പറഞ്ഞാൽ എല്ലാം ആദം മുതൽ ഇന്ന് വരെ ജനിച്ചവരും ഇനി ജനിക്കാനിരിക്കുന്നവരോ എല്ലാവരുടെയും സഹനങ്ങൾ ഒന്നിച്ച് ആ ശരീരത്തിലാക്കുമായിരുന്നു. എന്നിട്ട് ആ ശരീരം കൊടുത്ത അമ്മ, ഒന്ന് ചിന്തിച്ചു നോക്കണം, ദൈവത്തിന് ശരീരമില്ലല്ലോ. പരിശുദ്ധ അമ്മയെ ദൈവം തെരഞ്ഞെടുത്ത് ആ പരിശുദ്ധ അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് ക്രോമോസോമും രക്തവും മാംസവും എല്ലും എല്ലാം ഈശോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് വലിയ ആഴത്തിലുള്ള രഹസ്യമല്ലേ. വിശുദ്ധ ഖുർആനോട് ബന്ധപ്പെടുത്തി അത് നമുക്ക് ചിന്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് കൂടുതൽ നമുക്ക് വെളിപ്പെടുത്തി തരും. അന്നേരം ഈ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിന്റെ അനുസരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം നമ്മളൊന്ന് ഓർക്കണം, ഈ ഈശോയുടെ നിങ്ങൾ മാതാപിതാക്കളൊന്ന് ചിന്തിച്ചു, നിങ്ങളുടെ മകനല്ലെങ്കിൽ മകള്, നിങ്ങളുടെ തന്നെ ശരീരമല്ലേ അത്. ആ ശരീരം വേദനിക്കുന്ന കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള വേദന എന്നതാണ്. അതിൻ്റെയൊക്കെ എത്രയോ പറയാൻ പറ്റാത്തത്ര ഇരട്ടി, ഇൻഫിനിറ്റ് എന്ന് പറയുക, അനന്തമായിട്ടുള്ള അനന്ത ഇരട്ടിയല്ലേ പരിശുദ്ധ അമ്മയുടെ വ്യാകുലം. പരിശുദ്ധ അമ്മയുടെ തന്നെ ശരീരം ഈ മകനിത് താങ്കളുടെ സത്യവും മാനുഷികമായിട്ട് അതിങ്ങനെ രക്തത്തിൽ മുങ്ങിക്കിടക്കും. എന്തുമാത്രം വേദന. എന്നിട്ട് ആ മെൽ ഗിബ്സന്റെ ആ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റില് ഈ ശരീരം ഇങ്ങനെ കുരിശും വഹിച്ചുകൊണ്ട് കുരിശിന്റെ വഴി തുടങ്ങുവാണ്. അന്നേരം പരിശുദ്ധ അമ്മ ആ വഴിയുടെ മറ്റേ വശത്ത് നിൽപ്പുണ്ട്, മകനെ നോക്കുന്നുണ്ട്, ഈശോ അമ്മയെ നോക്കുന്നുണ്ട്, കണ്ണുകൾ തമ്മിൽ ബന്ധപ്പെടുന്നുണ്ട്. എത്രയോ ആഗ്രഹം കാണുമായിരുന്നിരിക്കും. ഒരമ്മ എന്നുള്ള നിലയിൽ ഏക മകനാണ്, ഒന്ന് തടവി കൊടുക്കാനോ തൊട്ട് ആശ്വസിപ്പിക്കാനോ കെട്ടിപ്പിടിക്കാനോ ഒക്കെ. ആ മകനോ തലേന്ന് വൈകുന്നേരം മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല, രക്തം മുഴുക്കുകയും പോയി, അപമാനങ്ങൾ, എന്തുമാത്രം വേദന. ആ മകൻ എന്തുമാത്രം ആഗ്രഹം കാണുമായിരുന്നിരിക്കും അമ്മയുടെ അടുക്കൽ ഒന്ന് ചെല്ലാനോ അമ്മയുടെ ആ സ്നേഹം മേടിക്കാനോ ഒക്കെ. പക്ഷേ സാധിക്കത്തില്ല. എന്നിട്ട്
ഈ ഈശോയുടെ അടുക്ക പിശാച് നിൽപ്പുണ്ട്. പിശാച് അവന്റെ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക, കെട്ടിപ്പിടിച്ചിരിക്കുക. എന്നിട്ട് പിശാച് പരിശുദ്ധ അമ്മയെ നോക്കുന്നുണ്ട്. ആ മെൽ ഗിബ്സൺ അത് എത്രയോ ആഴത്തിലുള്ളൊരു സന്ദേശമാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പിശാച് ഒരു തരത്തിൽ പറയുവാണ്, വാക്കുകളില്ലാതെ പറയുക. നിന്റെ മകനോ നിനക്കോ സാധിക്കുമോ? വിശ്വാസത്തിന്റെ അനുസരണം വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ തയ്യാറായിരിക്കണം. ഉരുക്കി വാർത്ത് എടുക്കും. അനുവദിച്ചു കൊടുത്താൽ മതി, അനുവദിച്ചു കൊടുത്താൽ മതി. ഈശോയെ നന്ദി. ആ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഈശോയെ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ഈ ഒരു വചനമുണ്ട്. എത്രയോ വചനങ്ങളുണ്ട്, നമ്മൾ എന്തുമാത്രം വചനങ്ങൾ കേൾക്കുന്നു. പക്ഷെ നമ്മുടെ തന്നെ ഏതെങ്കിലും ഒരു സഹനം എടുക്കും, ഏതെങ്കിലും ഒരു സഹനം, എന്നിട്ട് അതിൽ ഇത് വെക്കണം, അതിൽ പരിശുദ്ധ അമ്മയെ കാണണം, എന്നിട്ട് നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തില് 3-ാം തിരുവചനം, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മളെല്ലാവരും അവിടുത്തെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പരിശുദ്ധ അമ്മയ്ക്ക് ഇത് നല്ലപോലെ അറിയാമായിരുന്നു. പരിശുദ്ധ അമ്മ തിരുസഭ ഈ മതബോധനത്തിൽ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. തിരുസഭയുടെ മാതൃകയാണ് പരിശുദ്ധ അമ്മ. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഏറ്റവും പൂർണ്ണമായ മാതൃക അനുകരിച്ചാൽ മതി. ഈശോയാണ് പരിശുദ്ധ അമ്മയുടെയും മാതൃക. അത് പലരും, ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, ഈശോയ്ക്ക് തന്നെ ഈശോ ദൈവമല്ലായിരുന്നു. പരിശുദ്ധ അമ്മയുടെ കാര്യമോ മനുഷ്യ വ്യക്തിയല്ലേ? ഔസേപിതാവിന്റെ കാര്യമോ മനുഷ്യ വ്യക്തിയല്ലേ? അന്നേരം ഈ പരിശുദ്ധ അമ്മയെ നമ്മൾ ധ്യാനിക്കും തോറും, കാണും തോറും വാസ്തവത്തിൽ ഒരു തരത്തിൽ ഈശോയെ നമ്മൾ കൂടുതൽ കൂടുതൽ ധ്യാനിക്കുക. അതാണല്ലോ ജപമാല. പരിശുദ്ധ പിതാവ് പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ നിന്നുകൊണ്ട് ആ 5 പുതിയ രഹസ്യങ്ങളും കൂടെ തന്നേച്ച് പറയുന്നത് ഇതാണ്. ജപമാല ഈശോയെ അറിയാനുള്ള പാഠശാലയാണ്. പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ചു തരും ഈശോ ആരാണെന്നും എന്താണെന്നും നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെ ഈ വിശ്വാസത്തിന്റെ അനുസരണം സാധിക്കാമെന്നും ഒക്കെ. പക്ഷെ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തില് 3ഉം 4ഉം തിരുവചനങ്ങൾ. ഈശോയോട് ഐക്യപ്പെടാനായിട്ട്. മാതാവ് ഈശോയും അതുപോലെ ഐക്യത്തിലായിരുന്നല്ലോ. ഈ മാതാവിന്റെ ശരീരം തന്നെയായിരുന്നല്ലോ ഈശോയുടെ ശരീരം, നേരത്തെ പറഞ്ഞതുപോലെ. അന്നേരം ഈ ഐക്യം, പക്ഷെ അത് മാതാവിന്റെ ഉദരത്തിൽ ഈശോ വരുന്നതിന് മുമ്പ്, തിരുവചനം വരുന്നതിന് മുമ്പ് മാതാവിന്റെ മനസ്സിൽ ഈശോ തിരുവചനം ദൈവഹിതം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാതാവിന് ഏക ലക്ഷ്യമുള്ളായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. അതുകൊണ്ടാണല്ലോ മംഗലവാർത്തയിൽ പറഞ്ഞ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. അത് മാതാവ് എപ്പോഴും ഓർത്തിരുന്നത്. ആ വചനം എന്താണ്? ആ വചനം നമുക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത് ഈ ബൈബിളിലെ ആദ്യത്തെ വചനം മുതൽ അവസാനത്തെ വചനം വരെ ഉള്ള മുഴുക്കയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവഹിതമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇത് വരുമ്പം, ഈ സഹനം വരുമ്പോഴത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ നമ്മൾ തീരുമാനിക്കണം. ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ് മാമോദിസ സ്വീകരിച്ചത്. ഇതാണ് എൻ്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഈശോയും ഞാനും വിശുദ്ധ മാമോദീസായിലൂടെ ഒന്നാണ്. അത് പൂർണ്ണതയിലെത്തിക്കാൻ ഈ ലോകത്തിൽ വിശുദ്ധ കുർബാനയുണ്ട്. ഞാൻ ഒന്നാണ്, ഈശോയും ഞാനും ഒന്നാണ്. അന്നേരം എൻ്റെ സഹനം ഈശോയുടെ സഹനം. പരിശുദ്ധ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ എത്രയോ, പ്രത്യേകിച്ച് 2 കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നല്ലേ പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷത്തില് 2-ാമത്തെ അധ്യായത്തിൽ 19ഉം 51ഉം തിരുവചനങ്ങളെ. 19-ാമത്തെ തിരുവചനത്തിലാണ് ഈശോ പറഞ്ഞ് ആട്ടിടയന്മാർ വന്ന് ഈശോയെ വണങ്ങുന്നു, സന്തോഷിക്കുന്നു. സന്തോഷത്തിന്റെ അവസ്ഥ തിരുവചനം പറയുന്നു. മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ ഹൃദയത്തിലുള്ള സംഗ്രഹം വളരെ പ്രധാനമാണ് വിശ്വാസത്തിന്റെ അനുസരണത്തിൽ. ഇത്
കത്തോലിക്കാ തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇത് ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുന്നുണ്ട്. എങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മൾ അനുസരണമുള്ളവരായിരിക്കണം. അത് പരിശുദ്ധ അമ്മ ആ 2-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനം 18 ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. അവര് ഉണ്ണീശോ പിറന്ന് അവിടെ പുൽക്കൂട്ടിൽ ഇരുന്ന് കണ്ടപ്പോ 19-ാമത്തെ തിരുവചനോ മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ അവസ്ഥയിലും ജോലിക്ക് പോകുന്നതാകട്ടെ, ജോലി ചെയ്യുന്നതാകട്ടെ, ഡ്രൈവ് ചെയ്യുമ്പോൾ വല്ലവരും നമുക്ക് അവകാശപ്പെട്ടതായിരിക്കാം നമ്മൾ പോകണമെന്നുള്ളത് നമ്മളെ കട്ട് ഓഫ് ചെയ്ത് പോകുന്ന എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോപിക്കാനുള്ള അവസരങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നു. മക്കൾ നമ്മളെ അനുസരിക്കുന്നില്ല, എന്തും ഭാര്യാഭർത്തകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഏതവസ്ഥയിലും ഈ ഹൃദയത്തിലുള്ള സംഗ്രഹം, ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഈശോയുമായിട്ട് ഹൃദയത്തിൽ ഞാൻ ഒന്നാണെന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സന്തോഷം, ഈശോയെ അവര് വന്ന് കാണുമ്പോഴുള്ള ആ ഉണ്ണീശോയുടെ സന്തോഷം എൻ്റെ സന്തോഷവും കൂടെയാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവിനും ആ ചിന്ത ഉണ്ടായിരുന്നിരിക്കണം. എന്നിട്ടോ ഈശോയെ ദേവാലയത്തിൽ കാണാതെ പോകുന്നത് ആ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിലെ 48-ാമത്തെ തിരുവചനം, അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതുണ്ട്. സങ്കടം കണ്ടു. 3 ദിവസം കാണാതെ പോയത് നമ്മുടെ ആരുടെയെങ്കിലും മക്കൾ വല്ലവരും പോയിട്ടുണ്ടോ? നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ? അല്ലെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും, നമ്മളെ പരിചയത്തിൽ ആരെങ്കിലും മക്കൾ വരുന്നുണ്ടോ? ഓവർ ടൈം ചെയ്തും 2-3 ജോലിയൊക്കെ ചെയ്തും സ്വന്തം ആവശ്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചും മക്കളെ പഠിപ്പിച്ചെടുത്ത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂട്ടുകാരായി കഴിഞ്ഞപ്പം ജോലിയായി കഴിഞ്ഞപ്പോൾ താ പോയിരിക്കുക, കാണാനേ ഇല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവര്, ഈശോയെ ദേവാലയത്തിൽ കാണാതെ പോയ സമയമേ ആ അമ്മയും ഔസേപ്പിതാവ് അനുഭവിച്ച വേദന. പക്ഷേ വിശ്വാസത്തിന്റെ അനുസരണം, ഈശോ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണ് നിങ്ങൾ അറിയുന്നില്ല. നമ്മുടെ മക്കൾ വഴിവഴിച്ചു പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും വഴിവഴിച്ചു പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ നമ്മളെ തള്ളിക്കളയുന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ, ദൈവത്തെ അന്വേഷിച്ചിട്ട് പോകുന്നൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ ദുഃഖമല്ലേ? ഈ ദുഃഖത്തിന്റെ അവസ്ഥയിൽ മാതാവ് എന്നാ ചെയ്തതെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടുന്ന് ഈശോ തങ്ങളോട് പറഞ്ഞ എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. ഇന്ന് പിതാവിന്റെ ഭവനത്തിലായിരിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം അവർക്ക് മനസ്സിലായില്ല. എന്ന് ഈ വിശ്വാസത്തിന്റെ അനുസരണം വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യ വ്യക്തിയായിരുന്നേ മാതാവ് ഔസേപ്പിതാവ്, പൂർണ്ണ മനുഷ്യരായിരുന്നു. ഈശോ പിന്നെ ദൈവവും കൂടെ ആയിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൂർണ്ണ മനുഷ്യനുമായിരുന്നു. പക്ഷെ മാതാവിന്റെ കാര്യത്തിൽ നമ്മളെപ്പോലൊരു വ്യക്തിയായിരുന്നു. മനസ്സിലായില്ലായിരുന്നു അന്ന് മാതാവിനും ഔസേപ്പിതാവിനും മനസ്സിലായില്ല ഇവൻ എന്നാ ഈശോ എന്താ ഈ പറയുന്നതെന്ന്. കാരണം അവരും വളരേണ്ടിയിരുന്നു വിശ്വാസത്തിന്റെ കാര്യത്തിൽ. നമ്മളും വളരണം. നമുക്ക് എല്ലാം ഒന്നും അറിയണമെന്നില്ല, പക്ഷെ നമ്മൾ അറിയാവുന്ന വിശ്വാസം അനുസരിക്കാൻ തുടങ്ങുമ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇത് ആളി കത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വളരും. അതിന് പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നത് 51-ാം തിരുവചനം. അവിടുന്ന് ഈശോ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ നിന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ, ഈശോയുടെ അമ്മ, ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സന്തോഷത്തിന്റെ അവസ്ഥ, ആട്ടിടയന്മാർ ഉണ്ണീശോ എന്ന് കണ്ടപ്പോ മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഇക്കാര്യങ്ങളെല്ലാം. ഞാൻ തിരുവചനം എനിക്കറിയാം, പ്രവചനങ്ങളെല്ലാം മാതാവിനെ അറിയാമായിരുന്നേ, പഴയ നിയമമായി. അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്, ഇത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവിച്ചപ്പോൾ മാതാവ് ധ്യാനിച്ചു. മിശിഹായെക്കുറിച്ച്, രക്ഷകനെക്കുറിച്ച് പ്രവാചകന്മാർ വഴി പറഞ്ഞു വെച്ചിരിക്കുന്നു, സങ്കീർത്തനങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് വളരെ പ്രധാനമാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പം മാതാവിനെ പോലെ സംഗ്രഹിക്കണമെങ്കിൽ ഹൃദയത്തിൽ ഈശോ മാത്രമേ ഉണ്ടാകാവുള്ളേ. ഈശോ ഉള്ളിടത്ത് പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇവിടെയാണ് ശുദ്ധീകരണം. മരണം വരെയും. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് എനിക്കറിയാം. എൻ്റെ അനുഭവം, രാവിലെ കുമ്പസാരിച്ച് വൈകുന്നേരത്തിന് മുമ്പ് ചിലപ്പോൾ പെട്ടെന്നങ്ങ് ദേഷ്യപ്പെട്ടു പോകും. അത് കഴിയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് ചേർന്ന രീതിയിലൊന്നും അല്ല ഞാൻ ദേഷ്യപ്പെട്ടത്. പോരാത്തതിന് ഒരു വൈദികന് ചേർന്ന രീതിയിലും അല്ല.
പിന്നെ എന്നതാ ശരണം? മാതാവിന്റെ അടുക്കൽ ചെന്ന് മാതാവിനോട് വല്ലതൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് മാതാവ് വഴി ഈശോയുടെ അടുക്കൽ ചെന്ന് ഇച്ചിരി കഴിയുമ്പോൾ സമാധാനമായി. ഇത് പറയാൻ കാരണമുണ്ട്. ഈ അമ്മയെ, പരിശുദ്ധ അമ്മയെ എന്നിട്ട് മരിക്കാൻ നേരം നമുക്കറിയാമല്ലോ, ഈശോ നമുക്ക് തന്നിരിക്കുക, ഇതാ നിന്റെ അമ്മ. നിനക്ക് സ്വന്തമായിട്ട് വിശ്വാസത്തിൽ വളരാൻ പറ്റാത്ത അവസ്ഥകളിൽ, പ്രത്യേകിച്ച് അല്ലെ സന്തോഷം കൊണ്ട് മതിമറന്ന് പോകുമ്പം നിന്റെ അമ്മയെ നീ കൂട്ടുപിടിക്കും. നിന്റെ അമ്മ എങ്ങനെ നിന്നെ കൈകാര്യം ചെയ്യുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ അമ്മച്ചി, എൻ്റെ ജീവിതം, എൻ്റെ അമ്മച്ചിയുടെ ജീവിതം ഒത്തിരി പലതരത്തിലും ഞാൻ ബന്ധപ്പെടുത്താറുണ്ട്. വന്നു പോകുമ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമായിരുന്നു ആയുർവേദ ചികിത്സ. എനിക്ക് ജോയിൻസിനൊക്കെ വാദത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി കാലമായിട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് നാളത്തേക്ക് പോകും. അന്നേരം ചങ്ങനാശ്ശേരിയിലായിരുന്നു വീട്. ഇപ്പൊ അമ്മച്ചി അച്ഛനെ പോയി കഴിഞ്ഞപ്പോൾ വീടൊക്കെ പോയി, കുടുംബം വിറ്റുപോയി. എന്നിട്ട് ഞാൻ ചികിത്സയ്ക്ക് പോകും. 1 മാസത്തേക്കൊക്കെ ചിലപ്പോൾ ചികിത്സയ്ക്ക് പോകുന്നത് ആയുർവേദ സെന്ററിൽ. പോകുമ്പം എൻ്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ്, പേപ്പറും കാര്യങ്ങളും ഒക്കെ അമ്മച്ചി ഏൽപ്പിച്ചിട്ട് പോകും. ഞാൻ ഓർക്കും, അമ്മച്ചി പൊതിഞ്ഞു കൊടുത്തിരിക്കുന്ന സാധനം അമ്മച്ചിയെ ഏൽപ്പിച്ചോ, ഉറപ്പാണ് തിരിച്ചു വരുമ്പം അമ്മച്ചി ജീവനോടെ ഉണ്ടെങ്കിൽ അമ്മച്ചിയുടെ ഒരു ഇത് കാണും. നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് അപ്പന്മാരുടെ അമ്മമാരുടെ സ്നേഹം, പ്രത്യേകിച്ച് അമ്മമാരുടെ സ്നേഹവും. പരിശുദ്ധ അമ്മയുടെ കാര്യത്തിൽ, ആത്മാവിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ മേഖലയിൽ നമ്മൾ ഈ പൊതി, വിശ്വാസമാകുന്ന പൊതി, വാസ്തവത്തിൽ അതൊരു പൊതിയായിട്ടാണ് തരുന്നത്. മാമോദീസായുടെ വിശ്വാസം, ശരണം, സ്നേഹം, ഇത് 3 ദൈവിക പുണ്യങ്ങൾ ഇങ്ങനെ തന്നിരിക്കുക. കഷ്ടമുണ്ട് പലരും, അല്ലെ കുറച്ചു പേരെങ്കിലും ഇത് അഴിച്ചു നോക്കുക പോലും ചെയ്യാതെ. ക്രിസ്മസ് ആയിരുന്നല്ലോ, ഗിഫ്റ്റൊക്കെ കിട്ടി, ചില പലർക്കും ഗിഫ്റ്റ് കാണും. ഈ ഗിഫ്റ്റ് കിട്ടുന്നത് അഴിച്ചു പോലും നോക്കാതെ ആ റാപ്പറിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുക. എന്തൊരു കഷ്ടമാണ്! അതിനേക്കാളും എന്തൊരു സങ്കടമാണ് നമുക്ക് വിശ്വാസത്തിന്റെ നിധി കിട്ടിയിട്ട് അത് ഉപയോഗിക്കാതിരിക്കുന്നത്. ഈ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ അത് വേണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരും. അമ്മയെപ്പോലെ തന്നെ അനുസരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഞങ്ങൾ വൈദികർ ഉപയോഗിക്കുന്ന ലിറ്റർജി ഓഫ് ദി അവേഴ്സ്, കാനോന നമസ്കാരം എന്ന പുസ്തകം, ഞങ്ങളുടെ ഒരു പുസ്തകമുണ്ട്. അതിൽ മാതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ഒരു സന്ദേശം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇത് വത്തിക്കാൻ രേഖകളിൽ നിന്ന് ഉള്ള ഒരു കാര്യമാണ്. മാതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. മാതാവ്, ഇംഗ്ലീഷിൽ ഇത് പറഞ്ഞിരിക്കുകയാണ്, ബിക്കോസ് ഷി ഹാസ് entered intimately into the history of salvation, in a certain sense gathers up in her own person the great truths of faith and awakens their resonance when she is the object of preaching and veneration. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, വിശ്വാസത്തോടെ പറയുമ്പം, പ്രത്യേകിച്ച് പ്രസംഗങ്ങളിലും ഒക്കെ പറയുമ്പം, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ നമ്മൾ വണങ്ങുമ്പോൾ, ജപമാലയെല്ലുമ്പോൾ ഉദാഹരണത്തിന്, എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധ അമ്മ ഈ വിശ്വാസത്തിന്റെ സത്യങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുമെന്ന്. നമ്മൾ പരിശുദ്ധ അമ്മയെ വണങ്ങിയാൽ മതി, ബാക്കി പരിശുദ്ധ അമ്മ ഏറ്റെടുത്തോളൂ. അത് ഈ വണങ്ങുമ്പം ഈശോയപ്രതിയാണേ, പക്ഷെ ഉള്ളില് പരിശുദ്ധ അമ്മയ്ക്ക് എങ്ങനെ ഈശോ ഉണ്ടായിരുന്നോ അതുപോലെ ഒരു മനോഭാവം നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മളെ കൂടുതൽ 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 ഈശോയെ വളർത്തിയതുപോലെ വളർത്തിയെടുത്ത് തരും. എത്രയോ വലിയൊരു ഭാഗ്യമാണ് നമ്മൾ കത്തോലിക്കർക്ക് കിട്ടിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ. പറഞ്ഞാലും തീരത്തില്ല, പക്ഷെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഒന്നും സാധിക്കുന്നതിലും നമുക്ക് ചെന്ന് പരിശുദ്ധ അമ്മയോട് ചെന്ന് വർത്താനം പറയാം, പരിശുദ്ധ അമ്മയൊന്ന് ഏൽപ്പിച്ചു നോക്കാം, എന്ത് സംഭവിക്കും എന്നുള്ളത് അനുഭവിച്ചറിയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.